ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് കട്ട് ചെയ്യുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് എക്സ്പെർട്ടായിട്ട് ഷർട്ട് തയ്ച്ചു കൊടുക്കുന്ന തയ്യൽക്കാർക്ക് വേണ്ടിയിട്ടല്ല. അത്യാവശ്യം തയ്യലൊക്കെ അറിയാം, എന്നാൽ ഒരു ഷർട്ട് കട്ട് ചെയ്ത് തയ്ച്ച് കൊടുക്കണം അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള സാധാരണ രീതിയിൽ അത്യാവശ്യം തയ്യൽ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. സ്ത്രീജനങ്ങളെയും കൂടി ഉദ്ദേശിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഷർട്ട് തയ്ച്ച് കൊടുക്കാനുള്ള ധൈര്യമൊന്നുമില്ല. അവരെപ്പോഴും ലേഡീസിൻ്റെ വർക്ക് മാത്രം ചെയ്യുന്നവരാണ്. എന്നാൽ ഏത് തയ്യൽ അറിയാവുന്ന സ്ത്രീകൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞാനിത് വളരെ ലളിതമായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് തയ്യൽക്കാർക്ക് ആർക്കും, ലേഡീസിനാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇത് അല്പം വീഡിയോ നീണ്ടുപോയാലും സാരമില്ല, നിങ്ങളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഷർട്ട് തയ്ച്ച് കൊടുക്കാനും ഷർട്ട് തയ്ച്ചിടാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയാം. ഇത് 36 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. തുണികൾ തന്നെ പല വീതിയിലുള്ളതുണ്ട്. അതായത് 36 ഇഞ്ച് വീതി, 44 ഇഞ്ച് വീതി, 56 ഇഞ്ച് വീതി, 60 ഇഞ്ച്, ഇങ്ങനെ പല വീതിയിലുള്ള തുണികളുണ്ട്. ഇത് 36 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. ഇത് 2 മീറ്റർ 40 സെൻറ്റിമീറ്ററും ഉണ്ട്. ഇത്രയും തുണിയുടെ ആവശ്യമില്ലായിരുന്നു, അവർ അത്ര എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾ കണ്ടോ, ഇതാ അതിൻ്റെ തേര് വശമാണ്. അപ്പോൾ ഇത് 2 തേരാണ്. അപ്പോൾ ഞാൻ ഒരു അല്പം കയറ്റി ഇറക്കിയാണ് ഇട്ടേക്കണം. അപ്പോൾ തുണിയുടെ തേരുകൾ തമ്മിൽ ഞാൻ ഒപ്പമല്ല ഇട്ടേക്കണേ, ഞാൻ അല്പം കയറ്റി ഇറക്കിയാണ് ഇട്ടേക്കണം. കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അല്പം വ്യത്യാസത്തിലായിട്ടേക്കണം. അതായത് ഏകദേശം 1 ഇഞ്ചോളം വ്യത്യാസത്തിൽ കയറ്റി ഇറക്കിയാണ് ഇട്ടേക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷർട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ 2 തേരും ഒപ്പം ഇട്ടൊക്കെയാണ് കട്ട് ചെയ്യാറ്. ഇപ്പം ഞാനിത് എന്തുകൊണ്ടാണ് ഒപ്പിടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുകളിൽ ഈ കാണുന്ന പടി, ഈ പടി എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി അടിക്കുന്നത് ബട്ടൺസ് പിടിപ്പിക്കാനുള്ള പടിയാണ്. ഈ പടി എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഭാഗമാണ് പടിയായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ബട്ടൺ ഹോൾ വരുന്ന പടി. അപ്പോൾ ഹോൾ വരുന്ന പടിക്ക് നമുക്ക് ബട്ടൺസ് വയ്ക്കുന്ന പടിക്ക് ഏകദേശം ഒരു 3/4 ഇഞ്ചോളം വീതി മതി, ഒരു 3/4 ഇഞ്ച് വീതി മതി. എന്നാൽ ഹോൾ വരുന്ന പടിക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1 ഇഞ്ചെങ്കിലും വീതി വേണം. 1 ഇഞ്ച് വീതിയുണ്ട്, 1.25 ഇഞ്ച് വീതിയുണ്ട്, 1.5 ഇഞ്ച് വീതിയുണ്ട്, പല വീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ കുറഞ്ഞത് നമുക്ക് 1 ഇഞ്ച് വീതിയെങ്കിലും ഹോൾ വരുന്ന പടിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഹോൾ വരുന്ന പടി ഈ അടിയിൽ കിടക്കുന്ന പീസാണ്, ഇതിലാണ് ഹോൾ വരുന്ന പടി. അപ്പോൾ അതുകൊണ്ട് ഇത് 1 ഇഞ്ച് കൂടുതലിട്ടുണ്ട്. ഈ പടിയിലാണ് ബട്ടൺസ് വരുന്നത്. അപ്പോൾ ബട്ടൺസ് വരുന്ന പടി നമുക്ക് വീതി കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കയറ്റി ഇറക്കി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാനതിൻ്റെ മുകൾ വശം കറക്റ്റ് ലെവലില്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ ലെവലിലാവാൻ വേണ്ടി ഒരു ലൈൻ ഞാനിവിടെ കൊടുക്കുവാണ്. അങ്ങനെ ഒരു ലൈൻ ഞാനിവിടെ കൊടുത്തു. ഇനി ഇതിന് നമുക്ക് ഈ ബട്ടൺ വയ്ക്കാനുള്ള പടിക്ക് നമുക്ക് തേരുൾപ്പെടെ 1.25 ഇഞ്ച് വീതി മതി കേട്ടോ. തേരുൾപ്പെടെ 1.25 ഇഞ്ച് വീതി മതി. അത് നമ്മൾ മടക്കി അടിച്ച് കഴിയുമ്പോൾ നമുക്ക് 1/2 ഇഞ്ചും പോയിൻറ്റും വീതിക്ക് പടി കിട്ടും. അപ്പോൾ ഇതിൻ്റെ തേര് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തേര് ഉള്ളിലേക്കുള്ള ചുളുക്കം വരാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് മടക്കണത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ട്. ഇങ്ങനെ മടക്കുമ്പോൾ ഏകദേശം 1/2 ഇഞ്ച് പോയിന്റ് 3/4 ഇഞ്ചിനടുത്ത് വീതി കിട്ടും മടക്കി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന പടിക്ക് ഇപ്പോൾ 2.25 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ 2.25 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ആ പടി നമ്മൾ 1 ഇഞ്ച് വീതിക്കാണ്, 1 ഇഞ്ച് വീതിയുള്ള പടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് 2.25 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് നമ്മുടെ മടക്ക് ഉള്ളിലേക്ക് പോകും. പിന്നെ നമ്മൾ 1 ഇഞ്ച് പടി ഒട്ടിച്ച് സ്പ്രേ ഒട്ടിച്ച് നമ്മൾ മടക്കി അടിക്കുകയാണ്. അപ്പോൾ 1 ഇഞ്ച് വീതിയുള്ള പടി നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ച് ഇട്ടു. ഈ ബട്ടൺ വയ്ക്കുന്ന പടിക്ക് 1.25 ഇഞ്ച് ഇട്ടു. ഹോൾ വരുന്ന പടിക്ക് 2.25 ഇഞ്ച് ഇട്ടു. ഇനി ഞാനിതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇറക്കമാണ്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 27.5 ഇഞ്ചാണ്.
അപ്പോൾ ഈ ഷർട്ടിൻ്റെ അടിവശം രണ്ട് രീതിയുണ്ട്. ഇങ്ങനെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നേരെ വെട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഇത് നേരെ വെട്ടുന്നതാണ്. കാരണം ഈ ഷർട്ട് ഇൻ ചെയ്യുന്നത് കൊണ്ട് ഷേപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നേരെ വെട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിവശം നേരെ വെട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇറക്കം 27 ഇഞ്ചാണ്. അതിന് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന അവിടെ 4 ഇഞ്ച് പോയിന് തയ്യൽത്തുമ്പ് വേണം. ഇവിടെ താഴെ നമ്മൾ 3/4 ഇഞ്ച് വീതിക്ക് നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ രണ്ടും കൂടെ കൂടി നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം. 1.5 ഇഞ്ച് തയ്യൽത്തുപ്പ്. അപ്പോൾ 27 1 27 1 29. അപ്പോൾ 29 ഇഞ്ച് ഞാൻ ഇറക്കം മാർക്ക് ചെയ്തു. അപ്പോൾ അതിനെ ഞാനിങ്ങനെ ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്കെയിൽ കൊണ്ടാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലെവലിൽ വരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ലൈൻ വരച്ചു. ഇനി ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് കൈക്കുഴിയാണ്. കൈക്കുഴി മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുന്നതിനൊരു കണക്കുണ്ട്. ആ കണക്ക് എന്താണെന്ന് വെച്ചാൽ നെഞ്ചളവിൻ്റെ, അതായത് ബോഡിയിൽ നിന്ന് എടുത്ത നെഞ്ചളവിൻ്റെ 1/4 നിന്ന് 3/4 ഇഞ്ച് കുറച്ച്. ഒരു പ്രാവശ്യം കൂടി പറയാം. ബോഡി വണ്ണത്തിൻ്റെ 1/4 നിന്ന് 3/4 ഇഞ്ച് കുറച്ച്. അപ്പോൾ ഇതിൻ്റെ ബോഡി വണ്ണം എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അപ്പം 39 ഇഞ്ച് ബോഡി വണ്ണത്തിൻ്റെ 1/4, അതായത് 9.25 ഇഞ്ച്. അപ്പോൾ 9.25 നിന്ന് 3/4 ഇഞ്ച് കുറച്ച് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യണം. അപ്പോൾ 9 ഇഞ്ച്. അവിടെ ഞാനിങ്ങനെ നേരെ വരയ്ക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ കൈക്കുഴിയുടെ ലൈനും ഇറക്കത്തിൻ്റെ ഈ ലൈനും തമ്മിലുള്ള അകലം നോക്കാം. അതിൻ്റെ പകുതി, അതായത് ഇപ്പോൾ 18.25 ഇഞ്ചുണ്ട്. 18.25 പകുതി 18.5 ഇഞ്ച്. 18 ഇഞ്ചിൻ്റെ പകുതി 9.25 ഇഞ്ച്. 9.25 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്താം. ഒരു പ്രാവശ്യം കൂടി പറയാം. കൈക്കുഴിയുടെ ലൈനിൽ നിന്നും ഇറക്കത്തിൽ മാർക്ക് ചെയ്തേക്കണ ലൈനിൽ നിന്നും അതിൻ്റെ അകലം നമ്മൾ കണ്ടിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടും. അങ്ങനെയാണ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിനിപ്പോൾ സെൻറ്റർ പ്രത്യേകം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നേരെ തന്നെയാണ് വെട്ടുന്നത്. അതുകൊണ്ട് ഇത് സെൻറ്റർ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്ത് സെൻറ്ററിൽ ഷേപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഞാനിതിനിപ്പോൾ ഷേപ്പ് കൊടുക്കുന്നില്ല, നേരെ ഇങ്ങ് വെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ സെൻറ്ററിന് ഷേപ്പ് വേണം എന്നുള്ള ഷർട്ടാണെങ്കിൽ എങ്ങനെയാണ് സെൻറ്റർ കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കൈക്കുഴിയുടെ ആ ലൈനിൽ നിന്ന് ഇറക്കത്തിൻ്റെ ഈ ലൈനിലേക്ക് അളക്കുമ്പോൾ ഉണ്ടാകുന്ന അളവിൻ്റെ പകുതിയിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ കിട്ടും. അവിടെയാണ് നമ്മൾ സെൻറ്റർ വണ്ണം മാർക്ക് ചെയ്യുന്നത്, അതായത് വയർ വണ്ണം. അപ്പോൾ ഇനി ഞാനിത് മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഷോൾഡറാണ്. ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.25 ഇഞ്ച്. 8.25 കൂടെ 1/4 ഇഞ്ചും പോയിന്റും തയ്യൽ തുമ്പ്. അപ്പോൾ 9 പോയിന്റ്. 9 പോയിന്റുമാണ് അതിൻ്റെ ഷോൾഡർ. അപ്പോൾ ഈ ഷോൾഡർ ഇതിൻ്റെ ഇടിവ് അല്ലെങ്കിൽ താഴേക്ക് എന്തുമാത്രം ചെരിച്ച് വെട്ടണം എന്നുള്ളതിന് ഞാനിങ്ങനെ പറയാം. അതിനൊരു കണക്കുണ്ട്. ഷോൾഡറിൻ്റെ 10-1 നമ്മൾ ചെരുവായിട്ട്, ഷോൾഡറിൻ്റെ ചെരുവായിട്ട് കൊടുക്കണം. ഷോൾഡറിൻ്റെ 10-1. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 17 ഇഞ്ച്. 17 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ 10-1 എന്ന് പറയുന്നത് 1.25. 1.25 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് ചെരുവ് കൊടുത്താൽ മതി.
മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഷോൾഡറിൻ്റെ 10 അപ്പോൾ 1.25 ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ ചെരിവ് കൊടുക്കണം. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ആ ലൈന് ഞാനൊന്ന് നേരെ വരയ്ക്കാം. 1.25 ഇഞ്ച്, അതായത് ഷോൾഡറിൻ്റെ 10 ഷോൾഡറിൻ്റെ ചെരിവ്. ഷോൾഡറിൻ്റെ 10 ഷോൾഡറിൻ്റെ ചെരിവ്. ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കഴുത്താണ്. കഴുത്തെന്ന് പറയുന്നത് 16.5 ഇഞ്ചാണ്. 16 ഇഞ്ച് ഇതിന് കഴുത്തുണ്ട്. കഴുത്തിൻ്റെ ചുറ്റളവ് 16 ഇഞ്ച്. അപ്പോൾ 16 ഇഞ്ച് ചുറ്റളവുള്ള കഴുത്തിനെ വലത്തോട്ടും താഴോട്ടും മാർക്ക് ചെയ്യണം. അപ്പോൾ വലത്തോട്ട് മാർക്ക് ചെയ്യുന്നത് കഴുത്തിൻ്റെ 5-1 എന്ന് പറയുമ്പോൾ 16യുടെ 5-1, അപ്പോൾ 3.25 ഇഞ്ചാണ്. അതിൽ ഞാൻ 4 ഇഞ്ച് കുറച്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പം 5-1 വലത്തോട്ട് 5-1, അതായത് നേരെയുള്ള ലൈനിൽ 5-1. ഇനി താഴോട്ട് കഴുത്ത് താഴോട്ട് 6-1. 6-1 എന്ന് പറയുമ്പോൾ 2.25 പോയിന്റ് വരും. അപ്പോൾ താഴേക്ക് 2.25. അപ്പോൾ നേരെ 3.25 ഇഞ്ചാണ്. അതിൽ 4 ഇഞ്ച് കുറച്ചു. നേരെ 5 കഴുത്തിൻ്റെ 5-1, താഴേക്ക് കഴുത്തിൻ്റെ 6-1. അത് ഓർത്തിരിക്കണം കേട്ടോ. കഴുത്തിൻ്റെ 5-1 വലത്തോട്ട്, അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്തു. താഴോട്ട് കഴുത്തിൻ്റെ 6-1, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. ആ ലൈൻ ഞാൻ താഴേക്ക് വരയ്ക്കുവാണ്. ഇവിടെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത് 9 പോയിന്റുമാണ്. ആ 9 പോയിന്റ് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തു. പോയിന്റ് ഞാൻ താഴേക്ക് വരച്ചു. ഇനി ആ കൈക്കുഴിയുടെ ലൈനിൽ വണ്ണം മാർക്ക് ചെയ്യണം. നെഞ്ചളവ്, എൻ്റെ നെഞ്ചളവ് എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അപ്പം 39ൻ്റെ കൂടെ ടൈറ്റ് ഷർട്ടാണെങ്കിൽ 39ൻ്റെ കൂടെ 6 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കണം. ഒരു മീഡിയം ലൂസ് മതിയെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിനോട് കൂടെ 8 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. ഒരുവിധം നല്ല ലൂസ് വേണമെന്ന് പറയുവാണെങ്കിൽ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 10 ഇഞ്ച് കൂട്ടണം. അപ്പം അങ്ങനെ ടൈറ്റ് ഷർട്ടാണെങ്കിൽ നമ്മൾ 6 ഇഞ്ച് കൂട്ടണം. ഒരു മീഡിയം ലൂസ് മതിയെങ്കിൽ 8 ഇഞ്ച് കൂട്ടണം. ഒരുവിധം നല്ല ലൂസ് വേണമെന്ന് പറയുന്നവർക്ക് 10 ഇഞ്ച് കൂട്ടണം. അപ്പോൾ ഇത് ഒരു മീഡിയം ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനോട് 8 ഇഞ്ച് കൂട്ടണം. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ 39ൻ്റെ കൂടെ 8 ഇഞ്ച്, 39ൻ്റെ കൂടെ 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ 47 ഇഞ്ച്. അപ്പം 47ൻ്റെ 4-1, 47ൻ്റെ 4-1 എന്ന് പറയണത് 11.25. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അങ്ങനെ 12.25 ഇഞ്ച്. അപ്പോൾ 12.25 ഇഞ്ച് ഞാനിതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ടൈറ്റ് ഷർട്ടാണെങ്കിൽ വണ്ണത്തിൻ്റെ അളവിനോട് 6 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ 4-1 മാർക്ക് ചെയ്യണം. മീഡിയം ലൂസ് വേണമെന്ന് പറയുകയാണെങ്കിൽ വണ്ണത്തിൻ്റെ അളവിൻ്റെ കൂടെ 8 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4-1 മാർക്ക് ചെയ്യണം. ലൂസ് ഷർട്ടാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4-1 മാർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ മീഡിയം ലൂസ് ആയതുകൊണ്ട് 8 ഇഞ്ച് ലൂസ് കൂട്ടി. അതിനുശേഷം നമ്മൾ 4 ഇഞ്ച് തയ്യത്തും വിട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ അതേ അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. താഴെ ബോട്ടത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം. ഈ ഷർട്ടിന് ഷേപ്പ് വേണ്ടാത്തതുകൊണ്ട് ഷേപ്പിൻ്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നേരെ വരയ്ക്കും. അപ്പോൾ അത് നമ്മൾ നേരെ വരച്ചു.
അതിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കണമല്ലോ. കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ഈ കൈക്കുഴിയുടെ ഈ ഷോൾഡറിൻ്റെ ഈ ലൈൻ താഴേക്ക് വരച്ചിട്ടുണ്ടല്ലോ, ഈ ലൈനിൽ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാറ്റി വരയ്ക്കണം. 1/2 ഇഞ്ച് നീക്കിയിട്ട് നമ്മളതിനെ ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിലേക്ക് നമ്മൾ ചെരിച്ച് വരയ്ക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ, ഏകദേശം സെൻറ്റർ കണ്ടിട്ട്, അതായത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 7 ഇഞ്ചുണ്ട്, അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു 3.5 ഇഞ്ച്. ആ 3.5 ഇഞ്ചിൽ നമ്മൾ ആം ഹോൾ കർവ് വെക്കണം. 3.5 ഇഞ്ചിൽ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മളതിനിങ്ങനെ ഷേപ്പ് വരയ്ക്കണം. 3.5 ഇഞ്ചിൽ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കൈക്കുഴിയുടെ ഷേപ്പ്. ഇത് മുൻകൈയാണ്, മുൻകൈയുടെ ഷേപ്പ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ കഴുത്തിൻ്റെ പോയിന്റിലേക്ക് ഞാനിങ്ങനെ ചെരിച്ചൊരുക്കുകയാണ്. ഇതാണ് ഷോൾഡറിൻ്റെ ചെരിവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴുത്തിൻ്റെ ഷേപ്പ് കൊടുക്കുകയാണ് ഞാൻ. കഴുത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആം ഹോൾ വെച്ചാണ് കൊടുക്കണത്. അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഷേപ്പ് ആം ഹോൾ വെച്ച് ഞാനിങ്ങനെ കൊടുത്തു. അപ്പോൾ അത് നമ്മൾ കോളർ പിടിപ്പിച്ച് വരുമ്പോൾ അല്പം വ്യത്യാസം വന്നാൽ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഷർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് ഉള്ളത് കൊണ്ട് ഞാനിത് കട്ട് ചെയ്യാം. ശേഷം നമ്മൾ ഈ പടിയുടെ ഇവിടെ നമ്മളിങ്ങനെ കത്രികയ്ക്ക് ഒരു മാർക്ക് കൊടുക്കും. അപ്പോൾ ആ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. നമുക്ക് ബാക്കി അപ്പോൾ അതിന് നമുക്ക് ഒരു പീസ് എടുത്താൽ മതി. ഒരു പീസ് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. ആ പീസ് എന്ന് പറയുന്നത് ഈ ബട്ടൺ പിടിപ്പിക്കാനുള്ള ഈ മാർക്ക് വന്നേക്കണ ഈ പടി എടുത്താണ് നമ്മളിനി ബാക്കി കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ തേരിൻ്റെ വശം നമുക്ക് നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്തായിട്ടിടണം. ആദ്യം നമ്മൾ തേര് നമ്മൾ നിൽക്കുന്ന വശത്തേക്കാണ് ഇട്ടത്. ഇനിയിപ്പോൾ നമ്മൾ തേര് അതിൻ്റെ എതിർവശത്തേക്ക്, എതിർദിശയിലേക്കായിട്ടാണ്. ഇങ്ങനെ നമ്മൾ എതിർദിശയിലേക്കായിട്ട് തേരിടണം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ലൂസിനേക്കാൾ 3/4 ഇഞ്ച് കുറച്ച് നമ്മൾ ബാക്കി വെട്ടിയാൽ മതി. 3/4 ഇഞ്ച് കുറച്ച് നമ്മൾ ബാക്കി വെട്ടിയാൽ മതി. അപ്പോൾ ഫ്രണ്ട് നമുക്ക് 12.25 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് 11.5 ഇഞ്ച്. അപ്പോൾ ഈ തേര് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തേര് മുറിച്ച് കളയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വേണ്ടത് 11.5 ഇഞ്ച് ലൂസാണ്. അപ്പോൾ ആ 11.5 ഇഞ്ച് ലൂസിൽ ഞാനിതിങ്ങനെ മടക്കിയിടുകയാണ്. പതിനൊന്നര ഇഞ്ച് ലൂസിൽ ഞാനിങ്ങനെ മടക്കിയിട്ടു. ഞാൻ അതിൽ നമ്മൾ ബാക്കി പീസ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ പടി
മാർക്ക് ചെയ്ത ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ വെക്കണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളുണ്ടല്ലോ ഈ 3/4 ഇഞ്ച് നമ്മളിങ്ങനെ വലിച്ചു വെക്കണം. ഫ്രണ്ടിനേക്കാൾ 3/4 ഇഞ്ച് ബാക്കി കുറച്ച് മതി. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതാണ് ഇതുപോലെ 3/4 ഇഞ്ച് നമ്മളിങ്ങനെ കുറച്ച് വെക്കണം. ഫ്രണ്ടിനേക്കാൾ 3/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ബാക്കി വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും അകത്തിയിടണം. അതായത് ഇതാണ് അതിൻ്റെ അടിവശം. അപ്പോൾ അടിവശം നമ്മളിങ്ങനെ ഒപ്പം വെച്ചു. പക്ഷേ ഈ ബാക്കിൻ്റെ ഈ സൈഡിലേക്ക് നമ്മൾ 3/4 ഇഞ്ച് കുറച്ചാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇവിടെ അടിവശം ഞാനിങ്ങനെ ഒപ്പം ഇട്ടേക്കുവാണ്. ഇനി ഞാൻ എൻ്റെ മുകളിൽ അതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷോൾഡർ നമ്മൾ മുമ്പിൽ ഷോൾഡർ മാർക്ക് ചെയ്തത് ഷോൾഡറിൻ്റെ 10-1 ചെരുവാണ് കൊടുത്തത്. അപ്പോൾ ആ ലൈൻ നമ്മളിങ്ങനെ നേരെ വരയ്ക്കുകയാണ്. 10-1 ചെരുവ് നമ്മൾ കൊടുത്തു. ആ ലൈൻ ഞാനിങ്ങനെ നേരെ വരച്ചു. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഷോൾഡർ എത്രയാണോ ഇറക്കി വെട്ടിയത് ആ ലൈനിൽ തന്നെ ഞാനിങ്ങനെ ലൈൻ നേരെ വരച്ചു. ആ ലൈനിലാണ് ഇനി ബാക്കിൻ്റെ ഷോൾഡർ മാർക്കുകയാണ്. ഫ്രണ്ടിലെ ഷോൾഡർ നമ്മൾ 9.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതായത് ഷോൾഡറിൻ്റെ പകുതിയോട് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 9.25 ഇഞ്ച്. ആ 9.25 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാണ് ഞാൻ ബാക്കി മാർക്ക് ചെയ്യുന്നത്. ആ 9.25 നിന്ന് 4 ഇഞ്ച് കുറച്ചാണ് ഞാൻ ബാക്കി മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫ്രണ്ട് കൈക്കുഴിയുടെ അവിടെ ഞാൻ 3/4 ഇഞ്ച് ഷേപ്പ് കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ താഴേക്ക് വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ബാക്ക് കൈക്കുഴി വെട്ടുന്നു. അങ്ങനെ ബാക്ക് കൈക്കുഴി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ ബാക്കിന്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന്, അതായത് ഫുൾ ഷോൾഡറിൻ്റെ പകുതിയിലൂടെ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഷോൾഡർ മാർക്ക് ചെയ്തത്. അതിൻ്റെ ആ അളവിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാണ് ബാക്കിലെ ഷോൾഡർ മാർക്ക് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് അടിവശം നമ്മൾ വെട്ടുമ്പോൾ ഉണ്ടല്ലോ, ഈ ഫോൾഡിംഗ് ഉള്ള വശത്തേക്ക് ഒരു 4 ഇഞ്ച് ചെരിച്ച ഒരു വര നമ്മൾ പോകണം. എന്നിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മൾ കൂടുതൽ കയറ്റി എടുത്തു കളയണം കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് ചിലപ്പോൾ ബാക്ക് വശം തൂങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ 4 ഇഞ്ച് ചെരിച്ച് എടുത്തു കളയും. അപ്പോൾ നമ്മൾ ബാക്ക് കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു അടയാളം കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ കൈയാണ്, സ്ലീവാണ്. സ്ലീവ് നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്യാം. 2 രീതിയിൽ എന്ന് പറഞ്ഞാൽ തുണി ഒരല്പം ചെരിച്ച് ക്രോസ് ആയിട്ടിട്ടും കട്ട് ചെയ്യാം, തുണി നേരെ തന്നെ മടക്കിയിട്ടിട്ടും കട്ട് ചെയ്യാം. തുണിയുടെ അളവനുസരിച്ച് കുറവാണെങ്കിൽ നമുക്ക് അല്പം ചെരിച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഇട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ തുണി ആവശ്യത്തിനുള്ളത് കൊണ്ട് ഞാനിത് നേരെ ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ തുണി ഒരല്പം ഇങ്ങനെ കോണിച്ചിട്ടിട്ട്, അതായത് ഇങ്ങനെ ചെരിച്ചിട്ടിട്ടും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതായത് തുണിയുടെ ഡിസൈനും അതുപോലെ തന്നെ അളവും ഒക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നേരെ തന്നെയായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നേരെയാണ് ഞാനിപ്പോൾ തുണി ഇത് ആവശ്യത്തിനുള്ളത് കൊണ്ട് ഞാനിത് നേരെ ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൂസ് ഇത് കൈ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്ത് ചെയ്യണമെന്നറിയോ, ഈ കൈയുടെ
വണ്ണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതായത് കൈയുടെ ലൂസ് എത്രയാണോ അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ തുണി ആ വീതിയിൽ മടക്കി ഇട്ടിട്ട് വേണം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ കൈയുടെ ലൂസ് 16 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 16 ഇഞ്ച് ഇവിടെ മസിലിൻ്റെ അവിടുത്തെ ലൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു 8.5 ഇഞ്ച് കിട്ടിയാൽ മതി. പക്ഷെ നമ്മൾ അതിന് മുമ്പാട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്കുഴി ഇങ്ങോട്ട് എത്ര ഇഞ്ച് ഇറങ്ങണമെന്നും ഇങ്ങനെ എത്ര ഇഞ്ച് താഴേക്ക് ഇറങ്ങണമെന്നും അതുപോലെ ഈ കൈക്കുഴി ഇങ്ങനെ ചെരിച്ച് എത്ര വേണമെന്നും നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കൈക്കുഴി നമ്മൾ കൊടുത്ത എത്രയാണെന്ന് അറിയാമോ? വണ്ണത്തിൻ്റെ ഈ കൈക്കുഴി നമ്മൾ ഉണ്ടാക്കിയത് വണ്ണത്തിൻ്റെ 4/1 നിന്ന് 3/4 ഇഞ്ച് കുറച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ കൈക്കുഴി എങ്ങനെയാണ് ചെയ്യുന്നറിയോ? അല്ല, ഇവിടെ കൈ റിഗാൾ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കൈയുടെ ഈ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് വണ്ണത്തിൻ്റെ 4/1 കൃത്യമാണ്, 3/4 ഇഞ്ച് കുറയ്ക്കുന്നില്ല, കൃത്യം 4/1. അപ്പോൾ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 9.25 ഇഞ്ച്. അപ്പോൾ ആ 9.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഫ്രണ്ടിൽ നമ്മൾ വണ്ണത്തിൻ്റെ 4/1 നിന്ന് 3/4 ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് കുറയ്ക്കുന്നില്ല, വണ്ണത്തിൻ്റെ കൃത്യം 4/1 ഈ കൈക്കുഴിയുടെ ഇവിടുത്തെ ലൂസ്. അപ്പോൾ ഈ 9.25 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇങ്ങനെ ചെരിച്ചു വെക്കണം. അതായത് ഞാൻ പറയാം, ഈ 9.25 ഇഞ്ച് ലൂസുള്ള ഈ ലൈൻ ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം. ഇതാണ് 9.25 ഇഞ്ച്. അപ്പോൾ ആ 9.25 ഇഞ്ചിനോട് 1 ഇഞ്ച് കൂട്ടി, അപ്പോൾ 10.25 ഇഞ്ച്. അപ്പോൾ 10.25 ഇഞ്ച് ഈ ടേപ്പ് ഇങ്ങനെ ചെരിഞ്ഞ് കിട്ടണം. ഇങ്ങനെ ചെരിച്ച് ഈ ലൈനിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെരിക്കുമ്പോൾ 10.25 ഇഞ്ച് കിട്ടണം. ആ 10.25 ഇഞ്ച് കിട്ടുന്നിടത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇതാണ് ഈ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കൈക്കുഴിയുടെ ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കൈക്കുഴിയുടെ ലൂസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നറിയോ? വണ്ണത്തിൻ്റെ 4/1 നമ്മൾ കൈ ലൂസ് ഇട്ട് മടക്കി വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് ലൂസ് കൂട്ടി ചെരിച്ച് നമ്മൾ ഈ പോയിന്റിലേക്ക് ചെരിച്ച് പിടിച്ചിട്ട് നമ്മൾ കൈക്കുഴി ഇങ്ങനെ എന്തോരം ഇറങ്ങണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് കൈക്കുഴി ഇറങ്ങേണ്ടത്. ഇത്ര ഇറങ്ങണം കൈക്കുഴി കേട്ടോ. ഇതാണ് കൈക്കുഴി ഇറങ്ങുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വണ്ണത്തിൻ്റെ 4/1 നമുക്ക് കൈക്കുഴിയുടെ ഇവിടുത്തെ ലൂസ്, അതിനോട് 1 ഇഞ്ച് ലൂസ് കൂട്ടി നമ്മളിങ്ങനെ ടേപ്പ് ചെരിച്ച് പിടിച്ചളന്നപ്പോൾ കിട്ടിയതാണ് ഈ കൈക്കുഴിയുടെ ചെരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ മൂലക്കിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. ഇതാണ് അതിൻ്റെ കൈക്കുഴിയുടെ ചെരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ 21 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 ഇഞ്ച് വീതിക്ക് ഇവിടെ കഫ് വരും, അതായത് പടി വരും. 2 ഇഞ്ച് വീതിക്ക് ഇവിടെ പടി വരുന്നത് കൊണ്ട് നമുക്ക് 1.5 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. അതായത് 21 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 19.5 ഇഞ്ച്. അപ്പോൾ അതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മൾ 20 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ 20 ഇഞ്ചിൽ നമ്മൾ ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. 21 ഇഞ്ച് നമുക്കിത് അടിച്ച് തീർന്നു കഴിയുമ്പോൾ കിട്ടണം. അപ്പോൾ അതിനകത്ത് 2 സ്ഥലത്തും തയ്യൽ തുമ്പ് പോവും, പിന്നെ കപ്പിൻ്റെ പടി അടിയിലത്തെ പടി വരും. പടിയുടെ വീതി 2 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് 21-നെ നമ്മൾ 20 ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്തു. ആ 20 ഇഞ്ച് ഇറക്കം നമ്മളിങ്ങനെ നേരെ വരയ്ക്കുകയാണ്. ആ മാർക്ക് നമ്മളിങ്ങനെ നേരെ വരച്ചു. നമ്മൾ അവിടെ മുൻകൈയുടെ ലൂസ് മാർക്ക് ചെയ്യണം. അതായത് ഇവിടെ കപ്പ് പടി വേണ്ടത് എത്രയാണെന്നറിയോ? ഇവിടുത്തെ പടി വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് പടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പും ഇവിടെ ഒരു ഫോൾഡിങ് ഉണ്ടാവും, ഒരു പ്ലീറ്റ് ഉണ്ടാവും. ആ ഫോൾഡിങ്ങും തയ്യൽ തുമ്പും കൂടെ കഴിച്ച് നമുക്ക് 9 ഇഞ്ച് കിട്ടത്തക്കവണ്ണം നമുക്കിവിടെ 6 ഇഞ്ച് ലൂസിൽ മാർക്ക് ചെയ്താൽ മതി. 6 ഇഞ്ച് ലൂസ്, 6 ഇഞ്ച് ലൂസിൽ നമ്മൾ മുൻകൈ മാർക്ക് ചെയ്തു.
ഇവിടെ മസിലിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. മസിലിൻ്റെ അവിടുത്തെ വണ്ണം 16 ഇഞ്ചാണ്. അപ്പോൾ അതിനെ നമ്മൾ 16 ഇഞ്ച് വണ്ണത്തിനോടുകൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി, 16ൻ്റെ പകുതി 8 ഇഞ്ച്, 8നോട് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി, അങ്ങനെ 8.5 ഇഞ്ച്. അങ്ങനെ 8.5 ഇഞ്ചിൽ നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ താഴത്തെ മാർക്കും മുകളിലത്തെ മാർക്കും കൂടി നമ്മളിങ്ങനെ യോജിപ്പിച്ചു. കേട്ടോ, യോജിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ മുൻകൈയുടെ ലൂസിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് അവിടെ നമ്മളിങ്ങനെ ചെരിച്ച് വരണം. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ അത് ഇട്ട് വരുമ്പോൾ നേരെ നിൽക്കത്തുള്ളൂ. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഷേപ്പാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്കിതിൻ്റെ ഈ ചെരുവിൻ്റെ പകുതി, അപ്പോൾ 10.25 പകുതി 5.25 പോയിൻറ്റും, അപ്പോൾ 5.25 പോയിൻറ്റിൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി, 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ഇത് 5.25 പോയിൻറ്റുമാണ്. അപ്പോൾ അതിന് 2.25 ഇഞ്ച് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് താഴെ കൊടുത്തു. ഇവിടെ 1/2 ഇഞ്ച് മുകളിൽ കൊടുത്തു, ഇവിടെ 1/2 ഇഞ്ച് താഴെ കൊടുത്തു. ഇനി നമ്മൾ അതിന് ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ ആം ഹോൾ കർവ് വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് വെറുതെ കൈകൊണ്ടാണെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആം ഹോൾ കർവ് വെച്ചാണ് വരയ്ക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഷേപ്പ് ഞാനിങ്ങനെ കൊടുത്തു. അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഷേപ്പ് കൊടുത്തു. കേട്ടോ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് മുൻകൈയുടെ കൈക്കുഴി കുഴിച്ച് വെട്ടുന്ന ഷേപ്പാട്ടോ ഞാൻ കൊടുത്തങ്ങനെ. ഇതാണ് കൈക്കുഴി കുഴിച്ച് വെട്ടുന്ന ഷേപ്പ്. അപ്പോൾ അവിടെ നമ്മൾ 4 ഇഞ്ചിങ്ങനെ ഇപ്പുറമായിട്ട് നികത്തി നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള കൈയുടെ ഷേപ്പ്. ബാക്കിലെ ഷേപ്പാണിത്. ആദ്യം ഞാൻ വരച്ചത് ഫ്രണ്ടിലെ ഷേപ്പാണ്. അപ്പോൾ ആദ്യം വരച്ചത് ഫ്രണ്ടിലെ ഷേപ്പ്, ഇപ്പോൾ വരച്ചത് ബാക്കിലെ ഷേപ്പ്. അപ്പോൾ വെട്ടുമ്പോൾ ഈ ബാക്കിലെ ഷേപ്പിൽ വെട്ടണം. അപ്പോൾ കൈ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു കൈ ഉള്ളൂ കേട്ടോ. ഈ കൈ കട്ട് ചെയ്തിട്ട് ഞാൻ അപ്പുറം മാറ്റിയിട്ടിട്ട് അടുത്ത കൈ കൂടെ വെട്ടാം. അപ്പോൾ അത് നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ അതായത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇതാണ് കൈയുടെ സെൻറ്റർ. അവിടെ നിന്ന് പിന്നെ നമ്മളിനി മുൻകൈയുടെ ഷേപ്പ് എടുത്ത് കളയണം. അപ്പോൾ ഇവിടെ മുൻകൈയുടെ ഷേപ്പ് ഞാൻ എടുത്ത് കളയാണ്. ആണ് മുൻകൈയുടെ ഷേപ്പ്. അപ്പോൾ മുൻകൈയുടെ ഷേപ്പ് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ മുൻകൈയുടെ ഷേപ്പും ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയോ, ഈ ബാക്കിലെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് നമ്മൾ ഒരു അല്പം ചെരിച്ചെടുത്ത് കളയണം. ഒരല്പം ഇങ്ങനെ ചെരിച്ചെടുത്ത് കളയണം. അതായത് മുൻവശത്തെ തുമ്പ് ഒരു അല്പം ഇങ്ങനെ നീണ്ടു നിൽക്കണം കേട്ടോ. ബാക്കിനെ അപേക്ഷിച്ച് മുൻവശത്തെ തുമ്പ് ഒരല്പം ഇങ്ങനെ നീണ്ടു നിൽക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രണ്ടും ഒപ്പം നിൽക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. മറ്റേത് നമ്മളിങ്ങനെ ഒപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തച്ച് വരുമ്പോൾ ഇവിടെ ഒപ്പം ആവത്തില്ല. അപ്പോൾ തച്ച് വരുമ്പോൾ ഒപ്പം ആവണമെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരല്പം എടുത്ത് കളയണം. എന്നിട്ട് നമ്മൾ തച്ച് വരുമ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു കൈ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേ അളവിൽ മറ്റേ കൈയും കട്ട് ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ കൈ ഞാൻ
കട്ട് ചെയ്യുവാണ്. ആദ്യം ഒരു കൈയായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് രണ്ടാമത്തെ കൈയാണ്. അപ്പോൾ നമ്മൾ രണ്ട് കൈയും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ കൈയുടെ ഈ പടി വയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കണമുണ്ട്. ആ ഓപ്പൺ കൊടുക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പകുതി നമ്മൾ ആദ്യം മടക്കിയിട്ട ആ ലൈൻ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ. അപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു തയ്യൽ തുമ്പ് കഴിച്ച് നമ്മളിങ്ങനെ മടക്കി വെക്കണം. ഇവിടുന്ന് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ബാക്കി നമ്മളിങ്ങനെ മടക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ആ മാർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടിയല്ലോ. ഈ മാർക്കിൽ നമ്മൾ ഒരു 5 ഇഞ്ച് നമ്മൾ ഓപ്പൺ കൊടുക്കണം. ഒരു 5 ഇഞ്ച് ഓപ്പൺ കൊടുക്കണം. എന്നിട്ട് നമ്മളവിടെ കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഇത് ഫ്രണ്ട് കുഴിച്ചു വെട്ടിയേക്കണ ഫ്രണ്ടാണിത്, ഇതാണ് ബാക്ക്. അപ്പോൾ ആ കുഴിച്ചു വെട്ടിയേക്കണ അവിടെയല്ല, ഈ ബാക്കിലെ സൈഡിലാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കണേ. ബാക്കിലെ സൈഡിൽ വേണം നമ്മൾ ഓപ്പൺ കൊടുക്കാനായിട്ട്. അപ്പോൾ 5 ഇഞ്ച് ഓപ്പണാണ്. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് 5 ഇഞ്ചിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഒരല്പം ഇങ്ങനെ ചെരിച്ച് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പടിയായിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ്, അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ കൊടുക്കണേ. കൈക്ക് ഓപ്പൺ കൊടുക്കണ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഷർട്ടിൻ്റെ 2 കൈയും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് വെട്ടേണ്ടത് ഷോൾഡർ പീസാണ്. ഷോൾഡർ പീസ് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഷോൾഡർ പീസ് മുറിക്കാനായിട്ട് നമ്മൾ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം. രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ ഷോൾഡറിൻ്റെ പകുതിയും തയ്യൽ തുമ്പും കിട്ടത്തക്ക വണ്ണം വേണം മടക്കിയിടാനായിട്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 8.25, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച്, അങ്ങനെ 9.25 ഇഞ്ച്. അപ്പോൾ 9.25 ഇഞ്ച് കിട്ടത്തക്ക വണ്ണം നമ്മൾ ഇങ്ങനെ തുണി ഇങ്ങനെ മടക്കിടണം. ഇങ്ങനെ നമ്മൾ മടക്കിയിടുക കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതിയും തയ്യൽ തുമ്പും കിട്ടത്തക്ക വണ്ണം നമ്മളിങ്ങനെ മടക്കിയിടുക. അതിനുശേഷം നമ്മളിങ്ങനെ ലെവലിൽ വരയ്ക്കുക. ലൈൻ നമ്മൾ ലെവലിൽ വരച്ചു. അവിടെ നമ്മൾ ഷോൾഡറിൻ്റെ വീതി 6 ഇഞ്ച് വീതിയാണ് നമ്മൾ ഷോൾഡറിന് കൊടുക്കുന്നത്. 6 ഇഞ്ച് വീതി ഷോൾഡറിന് കൊടുത്തു. അപ്പോൾ ആ 6 ഇഞ്ച് വീതിക്ക് നമ്മൾ ഒരു ലൈൻ കൊടുത്തു. അപ്പോൾ ഈ ലൈനിലാണ് നമ്മളിഞ്ഞ് കഴുത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ലൈനിലാണ് നമ്മളിഞ്ഞ് കഴുത്ത് മാർക്ക് ചെയ്യണം. കഴുത്ത് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ 3 ഇഞ്ച് നമ്മൾ നേരെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ടിന് മാർക്ക് ചെയ്ത പോലെയല്ല, നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യണേ. താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ടിന് മാർക്ക് ചെയ്തതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ്. അപ്പോൾ നമുക്കിതിന്
2 ഇഞ്ച് മാർക്ക് ചെയ്താൽ. അപ്പം അങ്ങനെ 2 ഇഞ്ച് നമ്മൾ താഴേക്ക് കൊടുത്ത് മാർക്ക് ചെയ്യണം. 2 ഇഞ്ചാണ് താഴേക്ക് നമ്മൾ കഴുത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഷോൾഡർ പീസിൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മളിവിടെ കഴുത്തിന് ഷേപ്പ് കൊടുക്കുക. കഴുത്തിന് നമ്മൾ ഷേപ്പ് കൊടുത്തു. നമ്മൾ ബാക്കി പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോഴാണല്ലോ. അപ്പോൾ ഈ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ഈ ഷോൾഡർ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ അളവായിരിക്കണം ഷോൾഡർ പീസിൻ്റെ അളവ്. കണ്ടോ, ഈ ബാക്കിൻ്റെ അളവ് എത്രയാണോ അത്രയും തന്നെ നമ്മൾ ഷോൾഡർ പീസിന് അളവ് വയ്ക്കണം. മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ ബാക്കി പീസിൻ്റെ അതേ അളവ് തന്നെ ഷോൾഡർ പീസിന് അളവ്. ഇനി നമ്മൾ ഈ ചെരുവ് ഉണ്ടല്ലോ, ഈ ചെരുവ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ഉണ്ടോ, ഈ ഫ്രണ്ട് പീസിന് ചെരുവ് എത്രയുണ്ടോ അത്രയും തന്നെ ഇതിന് ഈ ഷോൾഡർ പീസിന് ചെരുവ് കൊടുക്കണം. അപ്പോൾ ഒരു പൊടിക്ക് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിക്ക് കയറ്റിയിടുവാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് വ്യത്യാസം വന്നു. അപ്പോൾ അന്നേരം ആ 4 ഇഞ്ച് വ്യത്യാസം നമ്മൾ ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇഞ്ച് വേണം കൊടുക്കണേ. അപ്പോൾ 3 ഇഞ്ച് ഇവിടെ കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് ഒരു 4 ഇഞ്ചോളം വ്യത്യാസം ഇവിടെ വന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കഴുത്ത് വരും. അപ്പോൾ ബാക്ക് പീസ് നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഈ ചെരിവുണ്ടോ, ഈ മാർക്ക്, ആ മാർക്ക് നമ്മളിവിടെ വെച്ചു. ഉണ്ടോ, ഇതിപ്പോൾ കറക്റ്റാണ്. ഉണ്ടോ, ഇങ്ങനെ നമ്മൾ അതിന് ഈ തയ്യൽത്തും ഇങ്ങനെ ഒപ്പായിരിക്കണം. ഉണ്ടോ, ഈ ചെരുവും ഈ പീസും ഒപ്പായിരിക്കണം. അങ്ങനെ നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ ഈ ഷോൾഡർ പീസിൻ്റെ ഈ അടിവശത്തേക്കാൾ ഈ ലൈനിൽ, ഈ പോയിന്റിൽ 4 ഇഞ്ച് കൂടുതലുണ്ട്. ഉണ്ടോ, അതായത് 4 ഇഞ്ച് ഇതിന് ഷേപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഈ അടിവശത്തെ ലൈനേക്കാൾ നിന്ന് ഈ ലൈനിലേക്ക് 4 ഇഞ്ച് ഷേപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ആ 4 ഇഞ്ച് ഷേപ്പാണ് നമ്മൾ ബാക്കി പീസ് വെട്ടിയപ്പോൾ ഷോൾഡറിന് 4 ഇഞ്ച് കുറച്ച് കൊടുത്തു. അപ്പോൾ അതായത് ഷോൾഡറിൻ്റെ നമ്മുടെ പുറത്തേക്ക് വരുന്ന ആ ഭാഗത്ത് മുമ്പിൽ വരുന്ന ഷോൾഡറിനേക്കാൾ 4 ഇഞ്ച് വീതി കുറച്ചേ കൊടുക്കാവുള്ളൂ. ഒരു പ്രാവശ്യം കൂടി പറയാം. ഷർട്ടിൻ്റെ ബാക്കി പീസിൽ വരുന്ന ഈ ഭാഗം ഈ ഫ്രണ്ട് ഭാഗം വരുന്നതിനേക്കാൾ 4 ഇഞ്ച് കുറഞ്ഞ് നിൽക്കണം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതിൻ്റെ കഴുത്ത് വെട്ടാം. എന്നിട്ട് നമ്മളിങ്ങനെ വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 പീസ് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഈ സൈഡെടുത്ത് ഈ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കണം. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് മുകളിലേക്ക് തള്ളി നിൽക്കണമായിട്ട് കാണാം. കണ്ടോ, ഈ മൂലയേക്കാൾ ഈ മൂല 4 ഇഞ്ച് തള്ളി നിൽക്കണോ. കണ്ടോ, 4 ഇഞ്ചും കൂടെ നീങ്ങി നിൽക്കണം കേട്ടോ. അങ്ങനെ നിൽക്കണം. എന്നിട്ട് ഈ വീതി ഒപ്പമാണോ നോക്കണം. ആ വീതി ഒപ്പമല്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ ഒപ്പമാക്കണം. ഇങ്ങനെയാണ് ഷോൾഡർ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഷോൾഡർ വെട്ടുള്ളൂ. അപ്പോൾ ഒരു ഷോൾഡറും കൂടെ വെട്ടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു.
താഴെയും സെൻറ്റർ മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ വെട്ടിയെടുക്കാൻ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൈ വെട്ടി, ഷോൾഡർ വെട്ടി, ഫ്രണ്ട് വെട്ടി, ബാക്ക് വെട്ടി. അപ്പോൾ ഷർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും വെട്ടിയെടുത്തു. ഇനി നമുക്ക് മുറിക്കാനുള്ളത് ഈ മുൻകൈയിൽ വെക്കുന്ന പടി ഉണ്ടല്ലോ, ആ പടിക്ക് നമ്മൾ സ്പ്രേ വക്രം അല്ലെങ്കിൽ സ്പ്രേ അല്ലെങ്കിൽ ക്യാൻവാസ് എന്നൊക്കെ പറയും. അങ്ങനെ ആ ക്യാൻവാസിൽ നമ്മൾ അതിൻ്റെ അളവിൽ വെട്ടിയെടുത്തിട്ട് ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനുള്ള തുണി മുറിക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ കോളറും ഇവിടുത്തെ പടിയും മുറിച്ചെടുക്കണം. ആണ് സ്പ്രേ. അപ്പോൾ ഈ സ്പ്രേയുടെ കോളർ 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.25 ഇഞ്ചിൽ നമ്മളിത് മടക്കണം. നമ്മൾ 8.25 ഇഞ്ചിൽ ഇത് മടക്കണം. 8.25-ൻ്റെ കൂടെ നമുക്ക് നെക്കിനുള്ള നീളം 1 ഇഞ്ച് നീളം കൂടുതൽ വേണം. അപ്പോൾ 1 ഇഞ്ച് നെക്കിന് നീളം കൂടുതൽ വരത്തക്കവണ്ണം കോളറിനേക്കാൾ 1 ഇഞ്ച് നെക്ക് നീണ്ടു നിൽക്കണം. അങ്ങനെ നമ്മൾ വെച്ച് അവിടെ ഇത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, സ്റ്റാപ്ലർ കൊണ്ട് നമ്മളിങ്ങനെയൊന്ന് പിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ഷേപ്പുള്ള സ്കെയിലും ഉണ്ട്. ഈ ഷേപ്പുള്ള സ്കെയിലുണ്ടോ, ഇതുകൊണ്ട് നമ്മൾ 8.25 ഇഞ്ചാണ് ഇതിൻ്റെ കോളറ്. അപ്പോൾ 8.25 നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ടിപ്പോൾ സ്കെച്ചൊന്നും ഇല്ലാതെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ആ 8.25 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഇവിടെ ആ 8.25 ഇഞ്ച് എവിടെയാണോ അവിടെ നമ്മൾ 1 ഇഞ്ച് വരത്തക്കവണ്ണം ഇങ്ങനെ ഒരു ലൈൻ നേരെ വരയ്ക്കുക. അങ്ങനെ ഒരു ലൈൻ നേരെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ തള്ളിയിരിക്കണം. അതായത് നെക്കിന് വേണ്ടിയിട്ട് 1 ഇഞ്ച്. അവിടെ നമ്മൾ 1 ഇഞ്ച് പോയിന്റ് കൊടുക്കുക. ആ 1 ഇഞ്ചിൽ നമ്മൾ 1 ഇഞ്ച് പോയിന്റ് കൊടുക്കുക. ഈ കഴുത്തിൻ്റെ കോളറിൻ്റെ അളവിൽ നിന്ന് 1 ഇഞ്ച് തള്ളി നിൽക്കണം. അവിടെ നമ്മൾ 1 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം, 1 ഇഞ്ച് കൊടുക്കണം. എന്നിട്ട് അവിടെ നമ്മൾ ഇത് ഷേപ്പായിട്ട് ഇങ്ങനെ വരയ്ക്കണം. കോളർ നെക്കൊരൽപ്പം ഷേപ്പുണ്ട്, ആ ഷേപ്പിൽ കൊടുക്കണം നമ്മൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ വരച്ച് കാണിക്കാം. ഇങ്ങനെ ആ ഷേപ്പ് നമ്മൾ കൊടുക്കണം. കണ്ടോ? അപ്പോൾ അത് നമ്മൾ ഈ ലൈനിൽ ഇനി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കോളറിന് നമ്മൾ കൊടുക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്കെയിലിൻ്റെ ഈ വശമാണ് നമ്മൾ വയ്ക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ നെക്കിനിപ്പോൾ 1.25 ഇഞ്ച് വീതിയുണ്ട്. അതിനേക്കാൾ 1/4 ഇഞ്ച് വീതിയും കൂടെ കൂടുതൽ വേണം നെക്കിൻ്റെ കോളറിൻ്റെ ബാക്ക് സൈഡിൽ. ഇതിനേക്കാൾ 1/4 ഇഞ്ച് വീതി കൂടുതൽ വേണം. അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിന് ഷേപ്പ് കൊടുക്കും. ഇത് സ്കെച്ച് ഉണ്ടാക്കി ചെയ്യാൻ കേട്ടോ വേണമെങ്കിൽ. ഇത് ഞാൻ സ്കെച്ച് ഇല്ലാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിന് ഒരു പോയിന്റ് വേണം. അപ്പോൾ അങ്ങനെ ആ പോയിന്റ് കൊടുത്തു. കണ്ടോ? ഇതാണ് കോളർ. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് നെക്കിൻ്റെ ഷേപ്പ്. അവിടെ നമ്മൾ 8.25 ഇഞ്ചിൽ കോളർ 16 ഇഞ്ചാണ്. അപ്പോൾ കോളറിന് ഇങ്ങനെ ഷേപ്പ് കൊടുത്തു. ഇവിടെ നമ്മൾ 1 ഇഞ്ചിൽ ഷേപ്പ് അതിങ്ങനെ പോകും. അപ്പോൾ ഇത് സ്കെച്ച് ഇല്ലാതെ ഞാൻ വരച്ചതാണ്. അപ്പോൾ സ്കെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ സ്കെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം നമ്മളതിങ്ങനെ ആ ഷേപ്പിൽ വെട്ടിയെടുക്കണം. കേട്ടോ?
ഇതാണ് നെക്കിൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ നെക്ക് മുറിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ കോളർ കൂടെ മുറിച്ചെടുക്കണം. അപ്പോൾ കോളർ മുറിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാപ്ലർ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റാപ്ലർ ഒന്ന് പിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് മാറിപ്പോകാതെ. അപ്പോൾ ഇതിനേക്കാൾ നമുക്ക് 1/4 ഇഞ്ച് കൂടുതൽ വേണം കേട്ടോ. അത് എങ്ങനെ മാർക്ക് ചെയ്തു. ഇതാണ് കോളർ. അപ്പോൾ കോളറും നമ്മൾ കട്ട് ചെയ്തു, നെക്കും നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നെക്ക് കോളർ ഇത് രണ്ടും കൂടെ നമ്മളിങ്ങനെ തുണിയിൽ വെച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ പശയുള്ള വശം തുണിയിൽ വെച്ചിട്ട് നമ്മൾ തേപ്പുപൊട്ടി ഉപയോഗിച്ച് ചൂടാക്കി ഒട്ടിക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് തമ്മിലിങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വേണം. അത് നമ്മൾ നെക്കടിക്കുമ്പോൾ ഉള്ള തയ്യൽ തുമ്പായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോളറും നെക്കും നമ്മൾ കട്ട് ചെയ്തു. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ പടിയാണ്. ആ പടി നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ സ്പ്രേ എൻ്റെ കയ്യിലില്ല, അതിപ്പോൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനിങ്ങനെ വരച്ച് കാണിച്ചു തരാം. അത് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 9.5 ഇഞ്ച് കഫ് വേണം. 9.5 ഇഞ്ച് പടിയാണ് വേണ്ടത്. അപ്പോൾ ആ 9.5 ഇഞ്ച് പടിക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2 ഇഞ്ച് വീതിയിൽ, അതിൻ്റെ വീതി 2 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്കെയിലിൽ ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് അതിൻ്റെ വീതി. അപ്പോൾ 9.5 ഇഞ്ച് നമുക്ക് അതിന് നീളം വേണം, 9.5 ഇഞ്ച്. അതിനുശേഷം നമ്മളതിൻ്റെ ഈ കോർണർ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അതിനുള്ള സ്പ്രേ അല്ല, അപ്പോൾ അതിൻ്റെ സ്പ്രേ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഷർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രയും നേരവും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.